നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനോജനാഥൻ. രുചികരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് റോസ്റ്റ് ആണ് ഇന്നത്തെ റെസിപ്പി. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് രുചികരമായിട്ടുള്ള ഈ ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ഞാൻ ഇവിടെ 1 കിലോ ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം അത് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1-2 ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. ഞാനത് മറന്നുപോയതാണ്. ആദ്യമേ ഇട്ട് കൊടുക്കാം. ഒരു സവോള സ്ലൈസായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കേണ്ടതായി വന്നു, കാരണം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നതാണല്ലോ. ഞാൻ വീണ്ടും നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇത് ഞാൻ കുക്കർ അടയ്ക്കാൻ പോവുകയാണ്. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല, കാരണം നമ്മുടെ ബീഫിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം ഇറങ്ങി വരും. കുക്കർ അടച്ചിട്ട് ഞാൻ ഒരു 3 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കുന്നത്. ഈ കുക്കർ നല്ല രീതിയിൽ ചൂട് നിൽക്കുന്നത് കൊണ്ട് അത് സ്റ്റീമെല്ലാം പോയതിനു ശേഷം ഞാൻ തുറന്നു നോക്കി. അപ്പോൾ നല്ല രീതിയിലൂടെ വെന്ത് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഏകദേശം ഒരു 90%, 10% നമ്മൾ എപ്പോഴും അവിടെ ബാക്കി വെക്കണം, കാരണം ഇനി ഇത് വീണ്ടും ഒന്നുകൂടി നമുക്ക് തിളപ്പിക്കേണ്ടി വരും. അപ്പോൾ അത് അവിടെ മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായതോടുകൂടി ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് ഒരു 30 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് പോയി കിട്ടിയാൽ നമുക്ക് പിന്നീട് ചേർക്കേണ്ടത് കൊച്ചുള്ളിയാണ്. ഞാനൊരു 25ഓളം കൊച്ചുള്ളി സ്ലൈസായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകും. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാൻ നമുക്ക് ആരോടും പറയേണ്ട കാര്യമല്ലോ, അതേ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ശേഷം ഞാനിവിടെ നമ്മുടെ കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. 25 കൊച്ചുള്ളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി ബ്രൗണിഷ് കളറാക്കേണ്ടതുണ്ട്. അതിനായിട്ട് കുറച്ച് നേരം വഴറ്റേണ്ടി വരും. ചെറിയ ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഏകദേശം ബ്രൗണിഷ് കളറായാൽ നമുക്കിതോടെ നിർത്താം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി, വേണമെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ എടുത്താലും കുഴപ്പമില്ല. വീണ്ടും 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ കുരുമുളകാണ് കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തുള്ളത് കുരുമുളകല്ല, അത് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് ഞാൻ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കുരുമുളക് ഈ സമയത്ത് ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല. കുരുമുളക് ഇട്ട് വഴറ്റുമ്പോൾ നമ്മുടെ കുരുമുളകിൻ്റെ രുചിയൊന്ന് മാറിപ്പോകും. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 15-20 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 2 തക്കാളി ചെറുത്, വലുതാണെങ്കിൽ ഒരൊറ്റ തക്കാളി മതിയിട്ട്, അത് വളരെ ചെറിയ തക്കാളിയായിരുന്നു. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്. നിങ്ങൾ 1 തക്കാളി എടുത്താലും ധാരാളമാവും വലുതാണെങ്കിൽ. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി വഴറ്റി നമുക്ക് ഈ തക്കാളിയെ ഒന്ന് ഉടച്ച് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ വഴറ്റിയാൽ ഇത് ഉടഞ്ഞു തരില്ല. അപ്പോൾ ഞാൻ സ്വല്പം ചുടുവെള്ളം എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഇറച്ചി വേവിച്ചതിൻ്റെ വെള്ളമാണ്. അതിൽ ഇഷ്ടമാതിരി വെള്ളം ബാക്കി കിടക്കുന്നത് നിങ്ങൾ കണ്ടതാണല്ലോ. അതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്, കാരണം നമ്മൾ ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തതാണല്ലോ. അപ്പോൾ ഇത്രയും ഉപ്പ് മതിയോ? ഇനി നമുക്ക് നല്ല രീതിയിൽ ഇത് ഉടഞ്ഞു കിട്ടണമെങ്കിൽ ഒരു 15 സെക്കൻഡ് നേരം ഒന്ന് ഇത് യോജിപ്പിക്കുക, നല്ല രീതിയിലൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ഇവിടെ ബീഫ് വേവിച്ച വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 5-6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിത് അടച്ചു വയ്ക്കാൻ പോവുകയാണ്. അടച്ചു വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വെന്തുടഞ്ഞിട്ട് കിട്ടുന്നു. അപ്പം ഞാനിതിവിടെ അടച്ചു. ഏകദേശം ഒരു 3 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ല രീതിയിൽ ഇവിടെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. തക്കാളി ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കണം. അതിന് മുന്നേ ഞാനൊരു 3/4
ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഈ സമയത്താണ് കുരുമുളക് പൊടി ചേർക്കേണ്ടത്. പിന്നീട് എരിവ് വേണമെങ്കിൽ അവസാനം നമുക്ക് കുരുമുളക് പൊടി വീണ്ടും ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് എരിവ് നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പം ഞാൻ വെള്ളത്തോട് കൂടിയിട്ട് നമ്മുടെ ബീഫ് വേവിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു 90% നമ്മുടെ ബീഫ് വെന്തിരിക്കുന്നത്, 10% ബാക്കിയുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഈ മസാലയോടുകൂടി ഇത് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ബീഫിലേക്ക് ഇതിൻ്റെ മസാലയെല്ലാം നല്ല രീതിയിൽ ഇറങ്ങി ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കിയിട്ട് ഞാനിത് അടച്ചു വെക്കാൻ പോവുകയാണ്. അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റ് വളരെ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സ്വല്പം കൂടി വെള്ളം നിൽക്കുന്നുണ്ട്. അത് നമുക്ക് തുറന്നു വെച്ചിട്ട് ഇളക്കി പറ്റിക്കാം. കാരണം റോസ്റ്റിൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല, എന്നാൽ അധികം ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്തു. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. രുചികരമായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. അതുപോലെ ഒരു ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വരും. അപ്പോൾ ഇതുവരേക്കും എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല. ബായ്.